സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി അതിതീവ്ര മഴ. എറണാകുളത്തും തൃശ്ശൂരും റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ കര തൊടുമെന്ന് മുന്നറിയിപ്പ്. കോട്ടയത്ത് ഒരു മരണം, കൊല്ലത്തും ആലപ്പുഴയിലും വീട് തകർന്നു. കോഴിക്കോട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീമിനായുള്ള മോചനദ്രവ്യം കൈമാറി. വിദേശകാര്യ മന്ത്രാലയത്തിന് പണം കൈമാറിയത് നിയമസഹായ സമിതി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ഉത്തരവായി. ഇളവുകൾ പ്രാബല്യത്തിൽ. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലാവധി 18 വർഷമായി ഉയർത്തി. തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക്. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 58 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ശനിയാഴ്ച. സംസ്ഥാനത്ത് വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് 1200 കോടിയുടെ GST വെട്ടിപ്പ്. ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളിൽ GST വകുപ്പിന്റെ റെയ്ഡ്. 3 പേർ കസ്റ്റഡിയിൽ. അവയവക്കടത്തിൽ പിടിയിലായ സാബിത്ത് മുഖ്യ സൂത്രധാരൻ. സാബിത്തിന്റെ സുഹൃത്തായ കൊച്ചി സ്വദേശിയും പ്രധാന കണ്ണിയെന്ന് അന്വേഷണ സംഘം. ഇടപാടുകൾ ഹൈദരാബാദും ബംഗളൂരുവും ദില്ലിയും കേന്ദ്രീകരിച്ച്. തൃശൂർ മുല്ലശ്ശേരിയിലെ അവയവ കച്ചവടത്തിൽ ഇരകളെ ഭീഷണിപ്പെടുത്തി ഏജന്റുമാർ. മുംബൈ താനെയിലെ കെമിക്കൽ ഫാക്ടറിയിൽ വൻ സ്ഫോടനം. 4 മരണം. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്ന് അധികൃതർ. പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി കർണാടക സർക്കാർ. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് സിദ്ധരാമയ്യ. ക്ഷമ പരീക്ഷിക്കരുതെന്നും നിയമത്തെ അനുസരിക്കണമെന്നും പ്രജ്വൽ രേവണ്ണയോട് HD ദേവഗൌഡ. സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. സ്റ്റാറയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ 2026 വരെ. അറ്റ്ലാന്റയ്ക്ക് യൂറോപ്പ ലീഗ് കിരീടം. ബയർ ലെവർക്യൂസിന്റെ അപരിചിത യാത്രയ്ക്ക് തടയിട്ടത് അഡേമല ലുക്മാന്റെ മിന്നും ഹാട്രിക്. അറ്റ്ലാന്റയുടെ ചരിത്രത്തിലെ ആദ്യ മേജർ കിരീടം. കരമന അഖിൽ വധക്കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മുഖ്യപ്രതികളെ കരമന മരുതൂർ കോണത്തെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന ഇല്ലാ കഥയുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. വ്യാപക പ്രതിഷേധമാണ് പോസ്റ്റിന് താഴെ ഉണ്ടായത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നായാട്ട് സംഘത്തെ പിടികൂടി. വനത്തടി വനം വകുപ്പ് സെക്ഷന് കീഴിലുള്ള വനമേഖലയിൽ വേട്ടയ്ക്കെത്തിയ 3 പേരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 2 തോക്കുകളും 6 വെടിയുണ്ടകളും പിടിച്ചെടുത്തു. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പിന്നിൽ സ്വകാര്യ ബസ്സിടിച്ച അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെന്ന് മന്ത്രി P. രാജീവ്. സംഭവം ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. പൊതുസ്ഥലത്ത് പരസ്യമായ മദ്യപാനം അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റം. എടത്വ തായങ്കരി റോഡിൽ നിർത്തിയിട്ട 2 കാറുകളിലായി പൊതുസ്ഥലത്ത് മദ്യപാനം നടക്കുന്നു എന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് എടത്വ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്.
വടകരയിൽ അടച്ചിട്ട ഹോട്ടലിൽ തൊഴിലാളിയെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. അടച്ചിട്ട കാവേരി ഹോട്ടലിനുള്ളിലാണ് മുൻ ജീവനക്കാരനെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ നറുക്കെടുപ്പ് ഈ മാസം 29-ന്. 300 രൂപയാണ് ടിക്കറ്റിന്റെ വില. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പരമ്പരകൾക്ക്. തിരുവനന്തപുരം വർക്കല ഇടവയിൽ സ്കൂൾ വിദ്യാർത്ഥിനി ആൺ സുഹൃത്തിനോടൊപ്പം കടലിൽ ചാടി മരിച്ചു. പെൺകുട്ടിയുടെ മൃതദേഹം കാപ്പിൽ പൊഴി ഭാഗത്ത് കണ്ടെത്തി. ആൺ സുഹൃത്തിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. രാജസ്ഥാനിൽ ദളിത് യുവാവിനെ മദ്യപ സംഘം അടിച്ചുകൊന്നു. മദ്യപാന സംഘം നടത്തുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായതോടെ BJP സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ താഴെ നിലയിലാണ് മൃതദേഹം കണ്ടത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPIM പ്രതിഷേധ മാർച്ച്. അതേസമയം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പ്രാഥമിക റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടേത് കാവ്യവൽക്കരണ ഇടപെടലെന്ന് മന്ത്രി R. ബിന്ദു. ചാൻസലറുടെ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നും മന്ത്രി. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. സർവീസ് നടത്താൻ അനുവദിക്കുക പരിശോധനയിൽ വിജയിക്കുന്ന ബസ്സുകളെ മാത്രം. കടത്തിണ്ണയിൽ വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മുക്കൂട്ടുതറയിലാണ് സംഭവം. ലോട്ടറി വിൽപ്പനക്കാരനായ ഗോപിയാണ് മരിച്ചത്. കൊലപാതകമെന്ന് സംശയം. എറണാകുളം കൂത്താട്ടുകുളത്ത് ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം കണ്ടെത്തിയത്. നിരവധി സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും ആരോഗ്യ വിഭാഗം കണ്ടെത്തി. തട്ടിപ്പുകാരെ പൂട്ടാൻ സംസ്ഥാന സർക്കാർ. 7 ജില്ലകളിൽ GST വകുപ്പിന്റെ റെയ്ഡ്. നടപടി വ്യാജ ബില്ല് ഉപയോഗിച്ച് 1000 കോടിയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ. മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം റെയിൽവേയിൽ നിന്നും വിരമിക്കുന്ന മുൻ സംസ്ഥാന ക്രിക്കറ്റ് താരം KC സതീഷ് കുമാറിനായി സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സുഹൃത്തുക്കളും റെയിൽവേ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. താമരശ്ശേരി ചുരത്തിൽ ലോറിയും KSRTC ബസ്സും കൂട്ടിയിടിച്ചു. ചുരം 7-ാം വളവിൽ രാവിലെ 7:30ഓടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് അല്പസമയം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ BFA പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. വയോധികയുടെ സ്വർണ്ണമാല കവർന്നയാളെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചായക്കടയിൽ കയറി കട നടത്തിപ്പുകാരിയായ വയോധികയുടെ 2.5 പവൻ സ്വർണ്ണമാല കവർന്ന സംഭവത്തിലാണ് നടപടി. കുപ്പാടി ബ്ലാങ്കര വീട്ടിൽ നിഷാദിനെയാണ് SI T കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എറണാകുളം പ്രസ് ക്ലബ്ബ് കോഗ്നിസൻസ് അക്കാദമിയുമായി സഹകരിച്ച അംഗങ്ങളുടെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് സമാപിച്ചു.
വേദിക് മാറ്റ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് വിഷയത്തിൽ പ്രസ് ക്ലബിന്റെ 4th എസ്റ്റേറ്റ് ലോഞ്ചിലായിരുന്നു ക്യാമ്പ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ ഇതുവരെ 444 പേരെ പരിശോധിച്ചു. 68 കേസുകളിലായി 68 പേരെയാണ് പിടികൂടിയത്. 7.185 ഗ്രാം MDMA-യും 444 ഗ്രാം കഞ്ചാവും 5 ഗ്രാം കറുപ്പും 60 കഞ്ചാവ് നിറച്ച സിഗരറ്റും പിടികൂടി. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി വയനാട് ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന കലോത്സവം അരങ്ങിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നിർവഹിച്ചു. മെയ് 28, 29 തീയതികളിൽ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലാണ് ജില്ലാ കലോത്സവം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് മുതുതല BMCയുടെ സഹകരണത്തോടെ ജില്ലാതല ദിനാചരണം സംഘടിപ്പിച്ചു. മുതുതല നെടുങ്ങനാട്ടാണ് കാവിന് കാവലായി എന്ന പേരിലെ പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാവിലെ ജൈവ വൈവിധ്യ സർവേ, ബോധവൽക്കരണ ക്ലാസ്, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K. മണികണ്ഠൻ അധ്യക്ഷനായി. വാഹനാപകടത്തിൽ മരണമടഞ്ഞ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ജോബിന്റെ കുടുംബത്തെ സഹായിക്കാൻ നാട് ഒന്നിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച എറണാകുളം പട്ടിമറ്റത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ജോബി മരണമടഞ്ഞത്. ജോബിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 26-ന് സംഘാടക സമിതി യോഗം ചേരും. പ്രൊഫഷണൽ ഗായകരുടെയും ഓർക്കസ്ട്ര കലാകാരന്മാരുടെയും സംയുക്ത സംഘടന രൂപീകരിച്ചു. സൗണ്ട് ഓഫ് മ്യൂസിക് എന്നാണ് സംഘടനയുടെ പേര്. സംഗീത രംഗത്തെ വിവിധ മേഖലകളിലുള്ളവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം. MK ജെയിംസ്, M ഹരിഗോവിന്ദ്, P ശശികുമാർ എന്നിവരാണ് ഭാരവാഹികൾ. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടർന്നു. മണർക്കാട് മുല്ലയ്ക്കൽ ജംഗ്ഷനിൽ നിന്നുമാണ് ഒഴിപ്പിക്കൽ ആരംഭിച്ചത്. 10ഓളം കടയുടമകൾ സ്വമേധയാ പൊളിച്ചുമാറ്റി. 6 കടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചുമാറ്റി. കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കായി നോർക്ക റൂട്ട്സ് കാനഡയിലെ ന്യൂ ഫോർട്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യയിലേക്ക് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിച്ചു. 190 പേരെയാണ് ഇതുവരെ തെരഞ്ഞെടുത്തത്. ഇവരിൽ കാനഡയിലേക്ക് പോകുന്ന 13 പേരുടെ ആദ്യ സംഘത്തിന്റെ ഒത്തുചേരൽ എറണാകുളത്ത് ചേർന്നു. ബാലരാമപുരം സിസിലിപുരത്ത് ബൈക്കിലെത്തിയ 2-അംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. ബൈക്കിലെത്തിയ 2 പേർ തടഞ്ഞു നിർത്തി കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് ഉച്ചക്കട ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ബാലരാമപുരം പോലീസ് പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ലെഫ്റ്റ് തിങ്കേഴ്സ് കൂട്ടായ്മയുടെ 5ാമത് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കീഴാറ്റൂർ അധ്യക്ഷനായി. KP സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. മടത്തിക്കോണം 2-ാം വാർഡിൽ RPLA കോളനിയിൽ നടന്ന ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളോട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയ 16-കാരിയെ ടാക്സി ഡ്രൈവർ ബലാത്സംഗം ചെയ്തു. സെക്കൻഡറാബാദിലെ തൂക്കാറാം ഗേറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉജനി അണക്കെട്ടിലെ ജലാശയത്തിൽ യാത്രക്കാരുമായി പോയ ബോട്ട് മറിഞ്ഞ അപകടത്തിൽ 6 പേരെ കാണാതായി. നഗരത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ പൂനെ ജില്ലയിലെ കലാഷി ഗ്രാമത്തിന് സമീപത്തായിരുന്നു ബോട്ട് മറിഞ്ഞത്.
വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. ഭർത്താവായ തൗർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം ത്രിപുര ഉനക്കോട്ടിൽ. ദില്ലിയിലെ അലിപ്പൂരിൽ നീന്തൽക്കുളത്തിൽ 11-കാരൻ മുങ്ങി മരിച്ചു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ രംഗത്ത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച് കുടുംബം. (2010) മുതൽ ബംഗാളിൽ നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കി ഹൈക്കോടതി. OBC സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിയെ ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജിയിൽ വിധി പറയുന്നതിനിടെയാണ് 2-അംഗ ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെ ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ എഴുതിയ 32-കാരനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിലെ പട്ടേൽ നഗർ, രാജീവ് ചൗക്ക് മെട്രോ സ്റ്റേഷനുകളിലാണ് ഭീഷണി സന്ദേശങ്ങൾ കണ്ടെത്തിയത്. പിടിയിലായത് ബറേലി സ്വദേശിയായ അങ്കിത് ഗോയൽ. അടുത്ത 5 ദിവസത്തേക്ക് ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും കടുത്ത ഉഷ്ണതരംഗം നിലനിൽക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനങ്ങളിലെ പല ജില്ലകളിലും പകൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ്. ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കർണാടക കൊപ്പലിലെ പ്യൂണിന്റെ അക്കാദമിക് രേഖകൾ പരിശോധിക്കാൻ ഉത്തരവിട്ട് കോടതി. ജഡ്ജിയുടെ ഇടപെടൽ 10-ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയിട്ടും ജീവനക്കാരന് എഴുതുവാനോ വായിക്കാനോ അറിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് സൈന്യം ആഭ്യന്തര സർവേ നടത്തുന്നുവെന്ന് റിപ്പോർട്ട്. സർവേ ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റ് വിലയിരുത്തി അടുത്ത സർക്കാരിനോട് പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുള്ള സാധ്യത തേടാനെന്ന് വിവരം. ഗ്രാജുവേറ്റ് വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിച്ച് ഋഷി സുനക. നടപടി സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെ എതിർപ്പ് ഘടിപ്പിച്ചതോടെ. നാടുകടത്തൽ ഭീഷണിയിൽ കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഭീഷണിയാകുന്നത് പ്രിൻസ് എഡ്വേർഡ് ദ്വീപിലെ കുടിയേറ്റ നിയമ പരിഷ്കരണം. പ്രതിഷേധത്തിനൊരുങ്ങി വിദ്യാർത്ഥികൾ. US-ൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2-ാമത്തെ CEO ആയി ഇന്ത്യൻ വംശജൻ നികേഷ് അറോറ. പട്ടിക പുറത്തുവിട്ട വാൾസ്ട്രീറ്റ് ജേർണൽ. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് നോർവേ, അയർലൻഡ്, സ്പെയിൻ രാജ്യങ്ങൾ. ലക്ഷ്യം മിഡിൽ ഈസ്റ്റിലെ സമാധാന പുനഃസ്ഥാപനം. നടപടിയിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇസ്രയേൽ. മോദിയുടെ പാകിസ്ഥാൻ നയം പുനർവിചിന്തനം ചെയ്യാൻ അഭ്യർത്ഥിച്ച മുൻ പാകിസ്ഥാൻ മന്ത്രി ഫവാദ് ചൗധരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും ന്യൂഡൽഹിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും ചൗധരി. വുഹാനിലെ ആദ്യ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തതിന് ജയിലിലായ ചൈനീസ് ബ്ലോഗർ സാങ് ജയിൽ മോചിതനായി. മോചനം 4 വർഷങ്ങൾക്ക് ശേഷം. പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞ സാങ്. അറുന്നൂറോളം അഭയാർത്ഥികൾ മരിച്ച ബോട്ടപകടത്തിൽ ആരോപണ വിധേയരായ 9 പേരെ വെറുതെ വിട്ട് ഗ്രീക്ക് കോടതി. അപകടം നടന്നത് അന്താരാഷ്ട്ര സമുദ്ര പരിധിയിലെന്നും അധികാര പരിധിക്ക് പുറത്തെന്നും വ്യക്തമാക്കിയാണ് ഈജിപ്ത് സ്വദേശികളായ 9 പേരെ ഗ്രീക്ക് കോടതി വെറുതെ വിട്ടത്. മാധ്യമങ്ങളെ നിയന്ത്രിച്ചും LGBT ഉള്ളടക്കം നിരോധിച്ചുമുള്ള പുതിയ പ്രക്ഷേപണ നിയമ ഭേദഗതി അവതരിപ്പിച്ച ഇന്തോനേഷ്യൻ പാർലമെന്റ്. 2002-ൽ നടപ്പാക്കിയ പ്രക്ഷേപണ നിയമമാണ് വലിയ പ്രതിഷേധത്തിനൊടുവിലും ഭേദഗതി വരുത്തുന്നത്. അമേരിക്കയിലെ ജോർജിയയിൽ വാഹനാപകടത്തിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ കാർ മറിഞ്ഞാണ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ അൽ അക്സ മസ്ജിദ് സന്ദർശിച്ച് ഇസ്രായേൽ മന്ത്രി. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വേറാണ് പള്ളിയിലെത്തിയത്.
3 രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന്റെ പ്രതികരണമാണ് തന്റെ സന്ദർശനമെന്ന് ബെൻഗർ പറഞ്ഞു. കുവൈറ്റിൽ ബയോമെട്രിക് നടപടി പൂർത്തിയാകാത്തവർക്ക് ഗവൺമെന്റ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നിർത്തിവെക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. സ്വദേശികൾക്ക് സെപ്റ്റംബർ 30-ഉം പ്രവാസികൾക്ക് ഡിസംബർ 30 വരെയുമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം. ദമാം OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകുന്ന PM നജീബ് മെമ്മോറിയൽ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. ബിജു കല്ലുമല, ഗായത്രി ദേവി ഉദയൻ, ഗീത മധുസൂദൻ എന്നിവർ പുരസ്കാരത്തിന് അർഹരായി. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദിയിൽ ആരംഭിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദിയിലെ 60ാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ മാസിന്റെ 40ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മെയ് 25-ന് നടക്കും. സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.